നീലേശ്വരം നഗരസഭയിലെ കൊയാമ്പുറത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ ഉപ്പുവെള്ളം കാരണം ദുരിതത്തിൽ. പുഴയിൽ നിന്നുള്ള ഉപ്പുവെള്ളം തടയുവാൻ നടപടികളില്ലാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ് മാരിനേറ്റ് കോട്ട് ആൻഡ് ഫ്രൈ ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. നീലേശ്വരം പുഴയിൽ നിന്നും കോയാമ്പുറം കീരിത്തോട്ടിലേക്ക് ഉപ്പുവെള്ളം ഒഴുകുവാൻ തുടങ്ങി ആഴ്ചകളായി. ഇതോടെ നഗരസഭയിലെ കോയാമ്പുറം, കരുവാച്ചേരി പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ള പ്രശ്നം നേരിടുകയാണ്. കിണറുകളിൽ ഉൾപ്പെടെ ഇപ്പോൾ ഉപ്പുവെള്ളമാണ്. വേലിയേറ്റ സമയത്താണ് തോട്ടിലേക്ക് വലിയ രീതിയിൽ ഉപ്പുവെള്ളം ഒഴുകിയെത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഒരു ചെറിയൊരു ഗ്രാമമാണ് കോയാമ്പുറം. ഇവിടെ മഴക്കാലത്ത് നല്ല വെള്ളം കെട്ടി നിൽക്കും. വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കയറി ആകെ തെങ്ങും കൃഷികളൊക്കെ നശിച്ച് വല്ലാത്തൊരവസ്ഥയിൽപ്പെട്ട ഒരു ഗ്രാമമാണിത്. ഇതിൽ സഖാക്കന്മാരോടും നേതാക്കന്മാരോടൊക്കെ പറഞ്ഞിട്ടും പല പ്രാവശ്യം പറഞ്ഞു ആരും ഇതിനെ ഉൾക്കൊള്ളുന്നില്ല. എല്ലാവരും വന്ന് നോക്കിയിട്ട് പോവും. പിന്നെ വീണ്ടും ഇതിനെപ്പറ്റിയുള്ള യാതൊരു ചിന്തയോ കാര്യങ്ങളൊന്നും മറുത്തൊന്നും ഉണ്ടാകാറില്ല. പിന്നെ ഇത് നമ്മുടെ ഗ്രാമത്തിൽപ്പെട്ട ചെറിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ചെറിയൊരു കാര്യങ്ങളാണ്. പക്ഷേ ഇതിനോട് ആരോടും പറഞ്ഞിട്ട് ഇതിന് നമുക്ക് യാതൊരു പ്രതിഫലവും ഉണ്ടാകുന്നില്ല. എത്ര വീടുകളിലേക്ക് ഇത് ദുരിതം വീടുകളിൽ വെച്ചാൽ ഏകദേശം നമ്മൾ ഈ ഗ്രാമത്തിൽ ഇവിടെ ഏകദേശം കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു വീട്ടിൽ തന്നെ എല്ലാവർക്കും ഇതുണ്ട്. കിണറിലൊക്കെ ഉപ്പുവെള്ളം കയറിയിട്ട് പിന്നെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുടിക്കാനില്ല, വീട്ടാവശ്യത്തിന് വരെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പിന്നെ അതുകൊണ്ട് കുടിവെള്ളത്തിനൊക്കെ ദൂരത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് എല്ലാവരും. അപ്പം കൃഷികളൊക്കെ നശിച്ചു പോകുന്നുണ്ട്. പിന്നെ തെങ്ങൊക്കെ വളരെ തലയൊക്കെ പോയി അതിന് നോക്കിയാൽ തന്നെ കണ്ടാൽ തന്നെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഇത്. വേനൽ ആരംഭത്തിന് മുൻപ് തുടങ്ങുന്ന ഉപ്പുവെള്ള പ്രശ്നം ജൂൺ മാസത്തിൽ മഴ ശക്തമാകുന്നതുവരെ സഹിക്കേണ്ട ഗതികേടിലാണ് 2 വാർഡുകളിലായുള്ള നിരവധി കുടുംബങ്ങൾ. ഉപ്പുവെള്ളം തടയുവാൻ നടപടി ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാനടക്കം നിവേദനം നൽകിയതായി വാർഡ് കൗൺസിലർ പ്രദീപൻ പറഞ്ഞു. കോയാമ്പുറം, കരുവാച്ചേരി പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് ഉപ്പുവെള്ളം കയറി കൃഷിക്ക് വളരെ മോശമായ ഒരവസ്ഥയിലാണ് പോകുന്നത്. അഥവാ തെങ്ങ് കൃഷിക്കെല്ലാം വളരെയധികം ദോഷം ചെയ്യുന്ന രീതിയിൽ ഉപ്പുവെള്ളം കയറി പൊതുവെ കുടിവെള്ളത്തിന് ക്ഷാമമായ കോയാമ്പുറം പ്രദേശത്ത് വെള്ളത്തിൽ തന്നെ കിണർ വെള്ളത്തിൽ ഉപ്പുവെള്ളം കയറി അത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിന് കീരിത്തോടിലെ പലക വെച്ച് ഇപ്പോൾ നിലവിലില്ല സിസ്റ്റത്തിന് പലക വെച്ച് അത് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാന് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ വിശ്വാസം. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഉപ്പുവെള്ളത്തിനുള്ള ഒരു പരിഹാരമാവും. ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാലം വരുന്നുണ്ട്. അതിന് ഷട്ടർ കം ബ്രിഡ്ജ് എന്ന രീതിയിലുള്ള ഒരു പാലം തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനൊരു ശാശ്വതമായ പരിഹാരം നേടാൻ വേണ്ടി സാധിക്കും. ഉപ്പുവെള്ളം പല ഭാഗങ്ങളിലായി കെട്ടിക്കിടക്കുന്നത് പറമ്പുകളിലെ തെങ്ങ് കൃഷിക്കും പച്ചക്കറി വിളകൾക്കും നാശം വരുത്തുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിലധികമായി തുടരുന്ന ഉപ്പുവെള്ള പ്രശ്നം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ ചർച്ചാ വിഷയമായിരുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.